എൻ്റെ മാത്രം ഭാഗം 6. ചേച്ചിയമ്മയെ. മിതമായ ആഭരണങ്ങൾ അണിഞ്ഞ് സുന്ദരിയായി അടുത്ത സുഹൃത്തുക്കളോട് സംസാരിക്കുകയായിരുന്ന അഞ്ജു ദേവിൻ്റെ ഉച്ചത്തിലുള്ള വിളി കേട്ട് തിരിഞ്ഞു നോക്കി. അപ്പോൾ അവിടെ എല്ലാരേക്കാളും മുന്നേ സന്തോഷത്തോടെ തൻ്റെ പേര് വിളിച്ച് ഓടി വരുന്നവനെ അവൾ നിറഞ്ഞ വാത്സല്യത്തോടെ നോക്കി. തൻ്റെ ദേവൂട്ടൻ, തൻ്റെ അനിയൻ, അല്ല മകനെ പോലെയാണവനിപ്പോൾ. അവൻ ഒറ്റൊരാൾ കാരണമാണ് ഞാൻ ഇന്നീ നിമിഷം ഇവിടെ. ഓർക്കവേ അവൾക്ക് അവനോട് വല്ലാത്ത സ്നേഹം തോന്നി. ആയിഷ്, സുന്ദരിയായല്ലോ, ആരുടെയും കണ്ണ് തട്ടാതിരിക്കട്ടെ. അവൾക്കടുത്തെത്തി ഒന്ന് കെട്ടിപ്പിടിച്ചു മാറി നിന്ന ശേഷം കുറുമ്പോടെ ദേവ് പറഞ്ഞു. നീയും മോശമല്ലല്ലോ, ഇതിപ്പോൾ ഏട്ടനേക്കാളും സുന്ദരനായല്ലോ നീ. എന്താ, അവനെ കാണിക്കാൻ വേണ്ടിയാണോ? ശബ്ദം താഴ്ത്തിക്കൊണ്ട് അതേ കുറുമ്പോടെ പറയുന്നവളെ നോക്കി ദേവ് പല്ല് കടിച്ചു. ഓ, കെട്ടുന്നതിന് മുമ്പേ ഇത്രയ്ക്ക് ഒരുമയുള്ള കപ്പിൾസോ? കുറച്ചു മുന്നേ നിങ്ങളുടെ കണവൻ ഇതേ ചോദ്യം ചോദിച്ചിട്ടേ ഉള്ളൂ. മുഖം വീർപ്പിച്ചു കൊണ്ടവൻ പറയുന്നത് കേട്ടപ്പോൾ അഞ്ജു അവനെ നോക്കി വായ് പൊത്തി ചിരിച്ചു. ഉള്ള കാര്യമല്ലേ ചോദിച്ചത്, എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കാൻ പോകുമല്ലേ? അങ്ങനെ പ്ലാൻ ഇട്ടാണ് നിൽക്കുന്നത്. പക്ഷെ അവിടെ നിന്ന് ഇവിടെ എത്തുന്നത് വരെ അങ്ങേര് അറിയാതെ പോലും എന്നെ നോക്കിയില്ലെന്നേ. നിരാശയോടെ അവൻ പറഞ്ഞപ്പോൾ അഞ്ജു അവൻ്റെ പിറകിലേക്ക് ചെറുതായി ഒന്ന് പാളി നോക്കി. അപ്പോൾ അത്രയും നേരം ചിരിയോടെ ദേവിനെ നോക്കി നിന്ന ലോക് അഞ്ജുവിൻ്റെ നോട്ടം കണ്ടപ്പോൾ വേഗം ഫോണിലേക്ക് നോക്കാൻ തുടങ്ങി. അത് കണ്ട അഞ്ജു ഉള്ളിൽ ചിരിച്ചു. അച്ചോടാ, എൻ്റെ ദേവൂട്ടന് സങ്കടമായോ? എന്നാൽ ഒരു കാര്യം ചെയ്യാം, അങ്ങേരെ നമുക്ക് ഡിവോഴ്സ് ചെയ്ത് വേറൊരു ചൊങ്കനെ കെട്ടാം. എന്തേ? ഓഹോ, അങ്ങനെയാണോ? എന്നാൽ വേറൊരു കാര്യം കൂടി ചെയ്യാം. ചേട്ടനെ ഒഴിവാക്കി ചേച്ചിയും വേറെ കെട്ടിക്കോ. എങ്ങനെയുണ്ട്? പുരികം പൊക്കിക്കൊണ്ട് ദേവ് ചോദിച്ചപ്പോൾ അഞ്ജു അവനെ നോക്കി എളിച്ചു. ചതിക്കല്ലേ മോനെ, നിന്റെ ചേട്ടനില്ലാതെ ഇനി എനിക്ക് വയ്യടാ. മിഴികളിൽ ആശയോടുള്ള പ്രണയം നിറച്ചുകൊണ്ട് അഞ്ജു പറഞ്ഞപ്പോൾ ദേവ് മനസ്സ് നിറഞ്ഞു ചിരിച്ചു. അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് ആശിയും ലോകും എത്തിയിരുന്നു. ആശി വന്ന ഉടനെ അഞ്ജുവിൻ്റെ മുത്തശ്ശി ശാരദയുടെ കയ്യിൽ പിടിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. കല്യാണം കഴിഞ്ഞ് ഫ്ലാറ്റിലേക്ക് മുത്തശ്ശിയെയും കൂട്ടാൻ അവർ പ്ലാൻ ചെയ്തെങ്കിലും അവർ അത് സ്നേഹപൂർവ്വം നിരസിക്കുകയാണ് ചെയ്തത്. ആശി, അകത്തേക്ക് ചെന്നാലോ? മുഹൂർത്തത്തിന് സമയമായി. അവരെ സംസാരം നോക്കി നിൽക്കെ വാച്ചിലേക്ക് നോക്കി ലോക് പറഞ്ഞതും ആശി അവനെ നോക്കി തലയാട്ടി. പിന്നെ അവനെ ഇടം കണ്ണിട്ട് നോക്കി നിൽക്കുന്ന അഞ്ജുവിന് നേരെ പുഞ്ചിരിയോടെ കൈനീട്ടി. ഒരു നിമിഷം അവൾ അത്ഭുതത്തോടെ അവനെ നോക്കിയപ്പോൾ ആ നേരം കൊണ്ട് ദേവ് അഞ്ജുവിൻ്റെ കൈയെടുത്ത് അവൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. ഇനി ചെന്നാട്ടെ, കുറുമ്പോടെ പറഞ്ഞുകൊണ്ടവൻ അഞ്ജുവിനെ ആശിക്കടുത്തേക്ക് നീക്കി. അത് കണ്ട് എല്ലാവരും ചിരിച്ചുകൊണ്ട് അവരുടെ പിറകെ നടന്നു തുടങ്ങിയപ്പോൾ ലോക് പതിയെ ദേവിൻ്റെ അടുത്തേക്ക് നീങ്ങി നടക്കാൻ തുടങ്ങി. അത് മനസ്സിലായ ദേവ് കുഞ്ഞു പുഞ്ചിരിയോടെ ലോകിൻ്റെ കയ്യിൽ കൈകോർക്കാൻ പോയപ്പോൾ അത് മുന്നേ കണ്ട പോലെ കൈ ഒന്ന് കുടഞ്ഞുകൊണ്ടവൻ വേഗത്തിൽ മുന്നോട്ട് നടന്നു. തെണ്ടി പട്ടി, ഇനി ഇങ്ങോട്ട് വാ, അൻഷെന്ന് വിളിച്ചുകൊണ്ട്. കൊന്നാലും ഇനി നിന്നോട് മിണ്ടില്ലടാ. തന്നെ നോക്കാതെ ധൃതിയിൽ പോയവനെ നോക്കി ദേവ് നിന്നിടത്ത് നിന്ന് 2 ചാട്ടം ചാടി. കൂടെ അവനും വേഗത്തിൽ നടന്നു, അല്ല ഓടി. ലോകിനെയും എല്ലാവർക്കും മുന്നിൽ നടക്കുന്ന അഞ്ജുവിനെയും ആശയെയും ഒക്കെ കടത്തി വെട്ടിക്കൊണ്ടവൻ വീർത്ത മുഖത്തോടെ മണ്ഡപത്തിലേക്ക് നടന്നു. മണ്ഡപത്തിലിരുന്ന് പൂജാരി കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സ് സന്തോഷത്തിലായിരുന്നു. പ്രത്യേകിച്ച് ദേവിൻ്റെ. തന്നെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന ഏട്ടനാണ്. ആ ഏട്ടനെ സ്നേഹിക്കാനും മരണം വരെ കൂടെ ഉണ്ടാവാനും ഒരു നല്ല പാതി. അതവൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. അതാണ് ഇപ്പോൾ നടന്നത്. സന്തോഷം കൊണ്ട് നിറഞ്ഞ കണ്ണുകൾ പുറംകൈയാലെ തുടച്ചു മാറ്റിക്കൊണ്ടവൻ നോക്കിയത് തന്നെ നോക്കി നിൽക്കുന്ന ലോകിൻ്റെ മുഖത്തേക്കാണ്. അവനെ കണ്ട മാത്രയിൽ എന്ന് പറഞ്ഞ് മുഖം വീർപ്പിച്ചു കൊണ്ടവൻ നോട്ടം മാറ്റിയപ്പോൾ കീച്ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് ലോക് അവനെ നോക്കി ചിരിച്ചു. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ പ്രിയപ്പെട്ടവരുടെയും ഭഗവാന്റെയും സാന്നിധ്യത്തിൽ ആശി അഞ്ജുവിനെ താലിയും സിന്ദൂരവും അണിയിച്ച് സ്വന്തമാക്കി. നെറുകയിൽ സിന്ദൂരം ചാർത്തി കഴിഞ്ഞ ശേഷം അവളുടെ കവിളിൽ അവൻ ഒരു ചുംബനം കൂടെ കൊടുത്തപ്പോൾ നാണം കൊണ്ടവൾ മിഴികൾ താഴ്ത്തി. ഇതൊക്കെ കണ്ട് പുഞ്ചിരിയോടെ ലോകും ദേവും കൂടെ നിന്നു. അമ്പലത്തിനടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു സദ്യയും റിസപ്ഷനും മറ്റും. ഫംഗ്ഷനിൽ എല്ലായ്പ്പോഴും തന്നേക്കാൾ കൂടുതൽ ദേവിന് പ്രാധാന്യം കൊടുക്കുകയും ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോൾ പോലും തങ്ങൾക്കരികിൽ അവനെയും ലോകിനെയും നിർബന്ധിച്ച് പിടിച്ചിരുത്തുന്നവളെ ആശി സ്നേഹത്തോടെ നോക്കി. തൻ്റെ കല്യാണം എന്ന ചിന്ത മനസ്സിൽ വരുമ്പോഴൊക്കെ നിറയുന്ന മുഖമായിരുന്നു ദേവിൻ്റെ. കയറി വരുന്ന പെണ്ണിനെ അവനെ അക്സെപ്റ്റ് ചെയ്യാനായില്ലെങ്കിലോ എന്നുള്ള വലിയൊരു വിഷമമാണ് ഇന്ന് പരിഹരിക്കപ്പെട്ടത്. അഞ്ജലി, താൻ ഇല്ലെങ്കിൽ കൂടിയും തൻ്റെ അനിയനെ അവൾ പൊന്നുപോലെ നോക്കും. എല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ നേരം സങ്കടത്തിൽ നിൽക്കുന്നവളെ തന്നെ ആശി നോക്കി നിന്നു പോയി. അതെ, ഇങ്ങനെ നിന്ന് ചോരയൂറ്റാതെ പോയി എൻ്റെ ഏട്ടത്തിയെ സമാധാനിപ്പിക്കൂ. പാവം ഇപ്പോൾ കരയും. ആശിക്കരികിൽ വന്ന് കുറുമ്പോടെ ദേവ് പറഞ്ഞു. അത് കേട്ട ആശി കളിയോടെ അവരുടെ തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് അഞ്ജുവിൻ്റെ അടുത്ത് ചെന്നു.
മുത്തശ്ശിയെ വിട്ടുപിരിയുന്നതിൽ സങ്കടപ്പെടുന്നവളെ ആശ്വസിപ്പിച്ചുകൊണ്ടവൻ നെഞ്ചോട് ചേർത്തപ്പോൾ കണ്ടുനിന്ന വൃദ്ധയുടെ കണ്ണും മനസ്സും നിറഞ്ഞിരുന്നു. തൻ്റെ കൊച്ചുമകളുടെ ജീവിതം സുരക്ഷിതമായി എന്ന സന്തോഷമായിരുന്നു അവരിൽ നിറയെ. ഇടയ്ക്കൊക്കെ അങ്ങോട്ട് നിൽക്കാൻ വരണമെന്ന് സ്നേഹത്തോടെ ഇരുവരോടും പിന്നെ ദേവിനോടും ലോകിനോടും പറഞ്ഞുകൊണ്ടവർ ബന്ധുക്കളുടെ കൂടെ കാറിൽ കയറി യാത്ര പറഞ്ഞു പോയപ്പോൾ കരഞ്ഞു നിൽക്കുന്നവളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് തന്നെ ആശി ലോകിൻ്റെയും ദേവിൻ്റെയും അടുത്ത് ചെന്നു. പരിപാടിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയതിനാൽ ഫ്രണ്ട്സൊക്കെ യാത്ര പറഞ്ഞു പോയിരുന്നു. അവർ 4 പേരും മാത്രം ബാക്കിയായി. അപ്പോൾ ഇനിയെന്താ പരിപാടി? ഫ്ലാറ്റിലേക്ക് പോകുവല്ലേ? ആശി ചോദിച്ചു. ഹാ, നിങ്ങൾ ഫ്ലാറ്റിലേക്ക് വിട്ടോ, ഞങ്ങളിന്ന് എൻ്റെ ഗസ്റ്റ് ഹൗസിലാണ് നിൽക്കുന്നത്. ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ദേവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചിരിയോടെ ലോക് പറഞ്ഞപ്പോൾ ദേവ് അന്തം വിട്ട് വായും പൊളിച്ച് അവനെ നോക്കി നിന്നു. ഞാനോ? എന്തിന്? പോയ കിളികളെ കൂട്ടിലടക്കാതെയുള്ള അവൻ്റെ ചോദ്യത്തിൽ ലോക് അവനെ ഒന്നിരുത്തി നോക്കി. ഇന്ന് തന്നെ പോകണമെന്നുണ്ടോടാ? പിന്നൊരു ദിവസം പോയാൽ പോരെ? അപ്പോഴേക്കും ആശി ചോദിച്ചപ്പോൾ ലോക് അവനെ നോക്കി ചിരിച്ചു. നമുക്ക് പിന്നൊരു ദിവസം എല്ലാവർക്കും കൂടി പോകാം. ഇപ്പോൾ ഞാനും എൻ്റെ ചെക്കനും പോയി വരട്ടെ. ലോക് തങ്ങൾക്ക് വേണ്ടി പ്രൈവസി ഒരുക്കിയതാണെന്ന് അപ്പോഴാണ് ആശിക്ക് മനസ്സിലായത്. കൂട്ടത്തിൽ അവനും ദേവിനോട് അടുക്കാമല്ലോ. ഓക്കെ, എന്നാൽ അങ്ങനെ ആവട്ടെ. കയറി ഇരിക്കഞ്ചു. എല്ലാം കണ്ട് വായും തുറന്നു നിൽക്കുന്നവളെ ആശി തന്നെ ചേർത്ത് പിടിച്ച് കാറിൽ കയറ്റി. അപ്പോൾ ഒന്നും അവരോട് യാത്ര പറയാനോ അടുത്തു പോകാനോ ഉള്ള ബോധം ഒന്നും ദേവിനുണ്ടായിരുന്നില്ല. ദേവൂട്ടാ, ആ നീ എന്താടാ ഒരുമാതിരി നിൽക്കുന്നേ? നാളെ നേരത്തെ തന്നെ അങ്ങോട്ട് വന്നേക്കണം കേട്ടോ. ദേവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആശി പറഞ്ഞപ്പോൾ അവൻ വെറുതെ തലയാട്ടി. ദേവൂട്ടാ, നാളെ നേരത്തെ വരണേ, ഞാൻ കാത്തിരിക്കും. ആശി വന്ന് കാറിൽ കയറി സ്റ്റാർട്ടാക്കിയപ്പോൾ അഞ്ചു പെട്ടെന്ന് ബോധം വന്നതുപോലെ പുറത്തേക്ക് തലയിട്ടുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് കേട്ട് ലോകും ആശിയും ചിരിച്ചുപോയി. അഞ്ചു പറയുന്നതിന് വേഗത്തിൽ തലയാട്ടുന്നവനെ ചിരിയോടെ നോക്കിക്കൊണ്ട് ആശി കണ്ണുകളാൽ ലോകിനോട് യാത്ര പറഞ്ഞുകൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു. അൻഷ് കാതിനരികിൽ കേട്ട പതിന സ്വരത്തിൽ അത്രയും നേരം ആശി പോയ വഴിയെ നോക്കി നിന്ന് ദേവ് ഒന്ന് വിറച്ചുപോയി. തനിക്ക് അത്രയും അടുത്തായി മിഴികളിൽ പ്രണയം നിറച്ചു നിൽക്കുന്നവനെ കാണവേ അറിയാതെ ദേവിൻ്റെ ചുണ്ടൊന്ന് വിതുമ്പിപ്പോയിരുന്നു. വർഷങ്ങളായി അവനിൽ താൻ കാണാൻ കാത്തിരുന്ന ഭാവം അത് കാണുന്തോറും അവന് മനസ്സ് നിറഞ്ഞതുപോലെ തോന്നി. എന്താടാ, എന്തിനാ എൻ്റെ പൊന്ന് കരയുന്നത്? ഞാനില്ലടാ കൂടെ. ദേവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ലോക് തൻ്റെ കാറിനടുത്തേക്ക് നടന്നു. കാറിലേക്ക് ലോക് തന്നെയായിരുന്നു അവനെ കയറ്റിയിരുത്തിയത്. അവനെയും കൊണ്ട് കാറിൽ ഗസ്റ്റ് ഹൗസ് ലക്ഷ്യമാക്കി പോകുമ്പോൾ ലോകിനുള്ളിൽ നിറഞ്ഞ സന്തോഷമായിരുന്നു. പൊന്ന, ഇറങ്ങുന്നില്ലേ? ഇങ്ങനെ ഇരിക്കാനാണോ ഭാവം? ചെറുചിരിയാലെ ചോദിക്കുന്നവനെ കണ്ണിമ വെട്ടാതെ നോക്കിക്കൊണ്ടായിരുന്നു ദേവ് കാറിൽ നിന്നിറങ്ങിയത്. എന്താടാ? ഒന്നുമില്ല. ഇത്രയും സ്നേഹത്തോടെ ഞാൻ എത്ര സ്വപ്നം കണ്ടതാണെന്നോ? വിങ്ങിക്കൊണ്ട് പറയുന്നവനെ ലോക് വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പതിയെ മുന്നോട്ട് നടന്നു. കരയല്ലേ പൊന്ന, ഇപ്പോൾ എല്ലാം ശരിയായില്ലേ? ഇനി ഈ ത്രിലോക്നാഥിലെ ദേഷ്യത്തിനും സ്നേഹത്തിനും കാമത്തിനുമൊക്കെ അവകാശി ഈ നിൽക്കുന്ന ദേവാൻഷല്ലേ? ഒരുങ്ങിയിരുന്നോ എൻ്റേത് മാത്രമാവാൻ, എന്നിൽ നിന്നെയും നിന്നിൽ എന്നെയും നിറയ്ക്കാൻ. ദേവിൻ്റെ നെറുകയിൽ ചുണ്ടമർത്തിക്കൊണ്ട് വശ്യമായ ശബ്ദത്തിൽ ലോക് പറഞ്ഞപ്പോൾ വിറയലോടെ അവനെ തള്ളി മാറ്റിക്കൊണ്ട് ദേവ് മുന്നിൽ കണ്ട മുറിയിൽ കയറി ഡോർ അടച്ചു. പൊന്ന, അതിനകത്ത് തന്നെ ഇരിക്കാനാണ് പ്ലാനെങ്കിൽ ഡോർ പൊളിക്കാൻ എനിക്കറിയാട്ടോ. അതുകൊണ്ട് നല്ല കുട്ടിയായി എൻ്റെ കുഞ്ഞ് ഫ്രഷായി വാ, ഓക്കെ? വാതിലിൽ ചെറുതായി കൊട്ടിക്കൊണ്ട് അതും പറഞ്ഞ് ലോക് ചിരിയോടെ അവിടെ നിന്ന് പോയപ്പോൾ മറുഭാഗത്ത് നാണത്തോടെ ദേവ് ബെഡിൽ മുഖം അമർത്തി കിടന്നു. ഇതേസമയം ആശി നൽകിയ വിളക്ക് കയ്യിൽ വാങ്ങി പ്രാർത്ഥനയോടെ അകത്തേക്ക് വലതുകാൽ വെച്ച് അഞ്ചു കയറി. ഭഗവാന്റെ മുന്നിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച ശേഷം ആശി അവളെയും കൊണ്ട് മുറിയിലേക്ക് ചെന്നു. താനൊന്ന് ഫ്രഷായി വാ, ഡ്രസ്സൊക്കെ വാർഡ്രോബിലുണ്ട്, ഞാനൊരു കോൾ ചെയ്തു വരാം. ആശി പറഞ്ഞപ്പോൾ അഞ്ചു വേഗത്തിൽ തലയാട്ടി. അത് കണ്ട് ആശി ചിരിച്ചുകൊണ്ട് അവളെ മറികടന്നു പോയെങ്കിലും പിന്നെ എന്തോ ഓർത്ത പോലെ തിരിച്ചു വന്ന് അഞ്ജുവിൻ്റെ തുടുത്ത കവിളിൽ അമർത്തി ചുംബിച്ചു. ഐ ലവ് യു അഞ്ജു, കാൺറ്റ് വെയിറ്റ് ടു നീഡ് യു. വായും തുറന്നു നിൽക്കുന്നവളെ നോക്കി കണ്ണിറുക്കി കാണിച്ചു കൊണ്ടവൻ മുറിവിട്ടിറങ്ങി പോയപ്പോൾ കയ്യിൽ കിട്ടിയ ഡ്രസ്സ് എടുത്ത് അഞ്ജു വാഷ്റൂമിലേക്ക് ഓടി.